എക്സ്ക്യൂസ് മീ, സോറി, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ അത് എന്നെ പരിചയപ്പെടാം. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ഹോസ്പിറ്റൽ ഫേംസിലെ CEO ആണ്. ഏകദേശം 100 കോടിക്ക് അടുത്ത് എനിക്ക് വെൽത്തുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എന്റെ ഭാര്യയെ സമ്മതിക്കുകയാണെങ്കിൽ ഇൻ റിട്ടേൺ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയും പോരാതെ CPയിൽ ഒരു ബംഗ്ലാവും കൂടെ തരാം. ഇഫ് യു ആർ ഓക്കെ, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ദ ചോയ്സ് ഈസ് യുവേഴ്സ്. താങ്ക് യു ഫോർ യുവർ ഇൻസ്റ്റന്റ് പ്രപ്പോസൽ സർ, ബട്ട് ഐ ആം ഓൾറെഡി എൻഗേജ്ഡ്. ഞാൻ ഇദ്ദേഹത്തെ മാത്രമേ കല്യാണം കഴിക്കും. എടോ, അത് താൻ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി താൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് വംശിക്ക് കല്യാണം കഴിക്കേണ്ടി വരും. ആൻഡ് യു നോ മൈ ഡാഡ്, ഐ വിൽ ബി സ്ക്രൂഡ്. ട്രസ്റ്റ് മീ, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് വേണം. ഈ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. മാരി മീ പ്ലീസ്. യെസ് റൂബി, വാട്ട്സ് ദ സ്റ്റേറ്റസ്? മാമിന്റെ ബോയ്ഫ്രണ്ട് ഋഷികേഷ് ജെയ്സി ഗ്രൂപ്പ് ഓഫ് ഹോട്ടലിൽ CFOയുടെ പോസ്റ്റ് കൊടുത്തു. അദ്ദേഹത്തിന്റെ ആനുവൽ സാലറി 10 CR ആണ്. ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ് റൂബി. ഞാൻ ഇന്ന് തന്നെ ഋഷിക്ക് സർപ്രൈസ് കൊടുക്കും. മാമിന്റെ ഗ്രാൻവില ഹോട്ടലിൽ ജെയ്സി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഫൗണ്ടേഷന്റെയാണ്. മാം അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് കൊടുക്കും, പിന്നെ ഒരു പ്രശ്നം കൂടി പരിഹരിക്കും. എന്ത് പ്രോബ്ലം? മാമിന്റെ ജെയ്സി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ CEOയുടെ മാമിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ മാം ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിരുന്നു. മാം ഒന്ന് അവിടെ വരെ പോയാൽ? ഓ യെസ്, കുഴപ്പമില്ല. ഞാൻ അവിടെ തന്നെ അദ്ദേഹത്തെ മീറ്റ് ചെയ്തോളാം. നീ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് അയച്ചിട്ടേക്ക്, ഞാൻ ചെക്ക് ചെയ്തോളാം. താങ്ക്സ്. ഒന്നില്ലെങ്കിൽ വംശിക്ക് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ആ ഇമ്പോസിബിൾ ആയിട്ട് ഡീൽ ക്രാഷ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന്. ഓ, അപ്പൊ ഇയാളാണ് ജെയ്സിംഗ് ഗ്രൂപ്പിന്റെ CEO തേജ് ജെയ്സിംഗ്. നോക്ക്, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷെ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താനോ റിസപ്ഷനിസ്റ്റ് അല്ലേ? താൻ എന്നെ എന്ത് ഹെൽപ്പ് ചെയ്യാന്നാ പറയുന്നത്? നിങ്ങളുടെ പ്രപ്പോസൽ ഞാനൊന്ന് ബെറ്റർ ആക്കി തരാം. നോക്ക്, നിങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് 10 ഹോട്ടൽസിന്റെ കരാറാണ്. പക്ഷെ ഡീമ ഗ്രൂപ്പിനെ ഈ 10 ഹോട്ടൽസ് എന്ന് പറയുന്നത് ചില്ലറ പൈസയ്ക്ക് തുല്യ. ഒന്നും ചെയ്യണ്ട, ഒരു 0 ആഡ് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇറ്റ്സ് എ ലുക്രേറ്റീവ് ഡീൽ. താൻ എന്ത് ചെയ്യാമോന്നെ? എനിക്ക് ഡീൽ 100% ആവശ്യമാണ്. അതിന് എന്തൊക്കെ സംഭവിച്ചാലും താൻ ലാപ്ടോപ്പ് ഇങ്ങ് തന്നെ. താൻ എന്തി കാണിച്ചേ? താൻ ആ ഇമെയിൽ സെൻഡ് ചെയ്തോ? ആർ യു സീരിയസ്? താൻ എന്തിനാ സ്കൈക്യൂൻ ഗ്രൂപ്പിലേക്ക് ആ മെയിൽ സെൻഡ് ചെയ്തേ? അത് പ്രപ്പോസൽ. യു റിയലൈസ് ദാറ്റ് ഇപ്പൊ ഈ ആഴ്ച മെയിൽ അങ്ങനെ ഇവർ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പോലും അവർ നോക്കില്ല. എന്റെ ജീവിതം നീ നശിപ്പിച്ചില്ല പെണ്ണെ. ഞാനിപ്പോ എന്ത് ചെയ്യും? ദേ നോക്ക്, ചെറിയ വഞ്ചി കൊണ്ട് വലിയ കടൽ നീന്തി കടക്കാൻ പറ്റില്ല. ഈ കടൽ നീന്തി കടക്കണമെങ്കിൽ വലിയ കപ്പൽ തന്നെ വേണം. നിന്റെ ഈ ഗീതോപദേശം കേട്ടുകൊണ്ടിരുന്ന എന്റെ ജീവിതം പോകും. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില്ലൻ ഉടക്കി അത് താനാ. പണ്ടാരം. ഇനി ഞാൻ എന്താ മുങ്ങിയപ്പോഴേക്കും